ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് പലർക്കും അത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. അവരോടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനസ്സിലെ ചെറിയ മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മിക്ക വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ്. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും ശരിയാകുന്നില്ല എന്ന് തോന്നിയവർ ഉണ്ടോ എന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുന്നില്ല. തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അല്ലേ? രാത്രികളിൽ ഉറക്കം വരാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് വിഷമിച്ചവരായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്നതിൽ മാറ്റമുണ്ടായി. അവരോടും വേണ്ടിയാണ് വീണ്ടും അതിന് അടുത്ത തലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മളപ്പോൾ പലപ്പോഴും നമ്മൾ വിധി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ കളയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയാൽ തീരാവുന്ന വിഷയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് പലർക്കും അത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. അവരോടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനസ്സിലെ ചെറിയ മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മിക്ക വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ പ്രപഞ്ചം നമുക്കായി ചില വാതിലുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫണ്ടമെൻ്റലായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റേഷൻ ക്ലാസ് കോഴ്സുകളിൽ എടുത്തിരുന്ന ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച ആൾക്കാരായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറയാൻ പോകുകയാണ്. അത് നിങ്ങൾ ദിവസവും ഒരു 21 ദിവസം ഒരു എന്താ പറയുക, നിങ്ങൾ അത്രയും മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അബൻഡൻസ് ആയിട്ടുള്ള മാറ്റം വരാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. എല്ലാവരും താല്പര്യത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ എടുത്തോളൂ. ആദ്യത്തെ ക്യാപ്സൂൾ എടുത്ത് കഴിക്കുക. ഐ എം എൻ മണി മാഗ്നറ്റ് എന്ന് ടൈപ്പ് ചെയ്തുകൊള്ളുക. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോ, ഐ എം എൻ മണി മാഗ്നറ്റ്. അപ്പോൾ യെസ് എവരിവൺ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പോലും അറിയാതെ പ്രപഞ്ചം നമുക്കായി ചില വാതിലുകൾ തുറന്നിട്ടുണ്ട്. ആ വാതിലൂടെ ഒന്ന് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല കഷ്ടപ്പാടുകളും ഒരു നിഴൽ പോലെ മറഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അത്തരമൊരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. രഹസ്യം അറിയാൻ രഹസ്യമായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രഹസ്യം താഴെ ടൈപ്പ് ചെയ്തേക്കാം. രഹസ്യമായിട്ട് ആരും കാണരുത്, ആരോടും പറയരുത്. പതുക്കെ രഹസ്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ആരും കാണരുത്, നിങ്ങൾ പോലും കാണരുത്. അത്രയും രഹസ്യമായിരിക്കണം. കാരണം പ്രപഞ്ചത്തിൻ്റെ ആ രഹസ്യം അറിയാൻ രഹസ്യമായ വഴി മാത്രമേ ഉള്ളൂ, ഒരു പരസ്യമായ വഴിയുമില്ല. യെസ്, പോരട്ടെ. ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന് വിശ്വസിക്കുക. വേറെ ആരും കാണുന്നില്ല. നിങ്ങൾ ആര് ടൈപ്പ് ചെയ്തു എന്ന് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, യെസ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ഊർജത്തിൻ്റെ പ്രവാഹമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിൽ പലരും ആ റേഡിയോ തരംഗങ്ങളെ, ആ ഫ്രീക്വൻസിയെ സ്വീകരിക്കാൻ കഴിയാത്തൊരു ഉപകരണം പോലെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? പുതിയ ആൾക്കാരോടാണ്, ആ തരംഗങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്തൊരു ഉപകരണമായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ആ ഉപകരണത്തിൽ മാറ്റമുണ്ടായി എന്നത് സത്യമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു ഭാഷയുണ്ടെന്നും ആ ഭാഷ അക്കങ്ങളുടെയും സമയങ്ങളിലൂടെയുമാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നും അറിയാം. ഒരു നിശ്ചിത സമയത്തിനകത്ത് നിശ്ചിതമായൊരു ഊർജം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവും എന്നും ആ
ഊർജത്തെ നമ്മൾക്ക് അളക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും നിശ്ചിതമായ ചില അക്കങ്ങൾ നമുക്ക് കാണാറുണ്ട് എന്നും നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ചില സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 11:11 കാണാറുണ്ട്, 11:11 വണ്ടി കാണാറുണ്ട്, 11:11 മൊബൈൽ അക്കങ്ങളായിട്ട് എഴുതി കാണാറുണ്ട്, അല്ലെങ്കിൽ 22:21 കാണാറുണ്ട്, അല്ലെങ്കിൽ 77 നമ്പർ കാണാറുണ്ട്, 88 നമ്പർ കാണാറുണ്ട്. അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചം എന്തോ ഒരു കാര്യം പറഞ്ഞു തരുന്നു എന്ന് നിങ്ങൾ പല ക്ലാസ്സുകളിലും പഠിച്ചതാണ്. അത് കൃത്യമായി പ്രപഞ്ചത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മളോട് നടത്തുന്നത് ഇത്തരം ഭാഷയിലൂടെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക അക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടൽ തുടങ്ങും എന്ന് നമ്മൾ പല നമ്പറുകളും പല സമയത്തും കൈകളിലും മറ്റും എഴുതി വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് നിങ്ങളെല്ലാം. അപ്പൊ ഇത് എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ആ തിരിച്ചറിയുമ്പോഴാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ നേട്ടങ്ങളിലേക്ക് വളരുന്നത്. അപ്പൊ ആ മാന്ത്രിക വിദ്യ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ പണം എന്നത് കേവലം ഒരു കടലാസ് കഷ്ണം മാത്രമായി എന്ന് നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ്. കാരണം അതിൻ്റെ വരവ് അത്രമേൽ ലളിതമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ നമ്മൾ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും സ്വർണ്ണമഴ സ്വർണ്ണമഴ പെയ്യുന്നത് കാണിച്ചു കൊടുത്തു. എത്ര പേരോട് ഞാൻ ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് അതിൽ നിന്ന് സ്വർണം വാരിയിട്ടു ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത്, എന്തിനാ വാരുന്നത്, ഇതെല്ലാം എനിക്കുള്ളതല്ലേ, പിന്നെ ഞാനായിട്ട് വാരേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് വേണ്ടി പെയ്തിറങ്ങിയ മഴയെ പിന്നെ ഞാൻ എന്തിനാ വാരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അബൻഡൻസിന്റെ ശബ്ദം. കാരണം വരുന്നതെല്ലാം അതിൽ എന്തെങ്കിലും ഞാൻ എടുക്കാമെന്നതല്ല, ഇതെല്ലാം എനിക്കുള്ളതാണല്ലോ എന്നുള്ള ചിന്ത, എന്നുള്ള വികാരം നമ്മളിൽ ഉണ്ടാവുക എന്നതാണ് അബൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ദ അബൻഡൻസിന്റെ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. അത് കൃത്യം വീഡിയോ അവസാനം വരെ കാണുക. ക്ലാസ്സിൽ അവസാന നിമിഷം മാത്രം അത് കൃത്യമായി പറയാം. അതിനു മുമ്പ് ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ സത്യങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ജീവിതം ഒരു പോരാട്ടമാണെന്ന് നമ്മൾ എപ്പോഴും പഠിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ പൊരുത് നേടുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുന്നത്. അതിനെയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആരും കഠിനമായ പ്രയത്നത്തിലൂടെ അല്ല എല്ലാം നേടുന്നതെന്നും, അതിന് പകരം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനൊരു സുഖം വേറെ തന്നെ അല്ലേ. ബലം പിടിച്ച് മേടിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമുള്ളതാണ് സന്തോഷത്തോടെ കൂടെ നിന്ന് ലഭിക്കുന്നത്. അപ്പം നമ്മൾ മാറാൻ തയ്യാറാകാത്തിടത്തോളം കാലം ലോകം നമുക്ക് വേണ്ടി മാറില്ല എന്നുള്ള സത്യം അറിയണം. ഇവിടെയാണ് ബ്രഹ്മ അബൻഡൻസിനെ പറ്റി ഞാൻ പറയുന്നത്. ആ വിധി എങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ മാറാൻ തയ്യാറായി ഇന്ന് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നൊരു ചുവട് വെക്കാൻ ആ ഒരു നിമിഷത്തെ തീരുമാനം മതി. ആ തീരുമാനത്തിലൂടെയാണ് നമ്മൾ ബ്രഹ്മ അബൻഡൻസിലേക്ക് എത്തുന്നത്. അപ്പൊ മാറ്റം ഉണ്ടാകുന്നത് ആരോ തള്ളി മാറ്റുമ്പോഴല്ല, സ്വയം അകത്ത് നിന്നും ഉള്ളിൽ നിന്നും നമ്മൾ തുടങ്ങി എനിക്ക് മാറണം, എനിക്കിത് വേണം, എനിക്കതെൻ്റെ ആവശ്യമാണ്, അതിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തീരുമാനമാണ്. അതായത് ആന്തരികമായുള്ള ശുദ്ധീകരണം. അപ്പോൾ മാത്രമാണ് ഐശ്വര്യം നമ്മുടെ കൂടെ വരുന്നത്. അല്ലെങ്കിൽ ഐശ്വര്യം പടിവാതിൽക്കൽ വരെ വന്നിരിക്കും, എന്നിട്ട് വിചാരിക്കും വേണോ വേണ്ടേ. അപ്പൊ നമ്മൾ വരട്ടെ 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 എന്ന് പറഞ്ഞ് ഇവിടെ കാത്തിരിക്കും. അപ്പൊ അങ്ങനെ വല്ലാണ്ട് വലിക്കുന്നവരടുത്ത് ഞാൻ പോണില്ല എന്ന് പറയും അല്ലേ. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സിലും പറഞ്ഞു. ഇന്ന് ഞാൻ ചെറുതാക്കി പറയാം, ഇത് പെട്ടെന്ന് ടെക്നിക്ക് നിങ്ങൾ പഠിപ്പിക്കാനായിട്ട്. പലരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നത്. അവിടെയാണ് നമ്മൾ വരുത്തുന്ന വലിയ തെറ്റുകളും ഒളിഞ്ഞിരിക്കുന്നത്. സംശയത്തോടെയും പേടിയോടെയുമുള്ള ആണ് നമ്മളെപ്പോഴും പ്രാർത്ഥനകൾ. നിങ്ങളും അടക്കം. ഞാൻ ഇന്നലെ ആലോചിച്ചു, ഞാൻ ഇന്നലെ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടാണ്, നടക്കുമോ?
അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഫലി കിട്ടുവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പേടിയോടും സംശയത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് നമ്മളിലേക്ക് എത്തില്ല എന്നുള്ള കാരണം അതിൻ്റെ വൈബ്രേഷൻ അങ്ങനെയാണ്. ഞാനത് പറയുമ്പോഴേ ഒരു 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 പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം പറയാം. ഒരു അറബിക് തിയറിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടുത്തെ ഈ അറബികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ അവരെ ഒരു കാരണവശാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള വേദനിക്കുന്നതോ അല്ലെങ്കിൽ അസൂയ വരുന്ന കാര്യങ്ങൾ സംസാരിക്കില്ല എന്നുള്ള ഒരു അലിഖിത നിയമം അവർക്കുണ്ട്. അപ്പൊ അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് വണ്ടറടിച്ചു പോയി, ശോ ഇതിനകത്ത് ഇത്രയും വലിയൊരു തത്വമുണ്ട് എന്ന്. അതൊന്ന് ഇതിന് കൂടെ ചേർത്ത് പറഞ്ഞു പോകാം. അതായത് നമ്മളൊക്കെ തീന്മേശയിൽ ഇരുന്നിട്ടാണ് പലപ്പോഴും അപ്പുറത്തെയും ഇപ്പുറത്തെ കാര്യങ്ങൾ പറയാറുള്ളത് അല്ലേ? ഒന്നിച്ച് തീന്മേശയിൽ ഇരിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളത്തിന് മെമ്മറിയെ പറ്റി നിങ്ങൾക്കറിയാം. നമ്മൾ വെള്ളം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളെ പറ്റിയിട്ട് ഒരു പരദൂഷണോ ഒരു നെഗറ്റീവോ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ അത് ആ എനർജി നിറയില്ലേ? ഭക്ഷണത്തിൽ ആ എനർജി നിറയില്ലേ? യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ. നിറയുമോ ഇല്ലയോ? നിറയും. പിന്നെ നമ്മൾ എന്താണ് അകത്തോട്ട് കഴിക്കുന്നത്? ഇതേ നമ്മളോ പറഞ്ഞു പോയി, അതവിടെ വിട്ടു, ആ എനർജി പുറത്തോട്ട് പോയി. പക്ഷെ അത് ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വീണ്ടും വരുന്നു. എന്തൊരു അഭാവം, എന്തൊരു എന്തൊരു വിഷമാണ് നമ്മൾ ആ കഴിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഇത് പൊതുവെ മലയാളികളുടെ തീന്മേശകളിലല്ലേ അധികമുള്ളൂ. അറബികൾ തീന്മേശയിൽ ഒരിക്കലും ഇതിന് സാഹചര്യം വെച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവരൊരിക്കലും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ലാതെ മറ്റൊരു സംഭവം അവർ സംസാരിക്കില്ല. ഇതൊരു നിയമമാണ്. അതറിഞ്ഞപ്പോൾ ഞാൻ കുറച്ചിരുന്ന് ആലോചിച്ചേടാ, ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഇത് നമ്മൾ അറിയാത്തൊരു കാര്യമല്ലേ? യെസ് ഓർണോ? നിങ്ങൾക്കിത് അറിയാമായിരുന്നോ? എത്ര പേർക്ക് അത് അറിയാമായിരുന്നു? നോക്കട്ടെ, അറിയുന്നവരെന്ന് പറഞ്ഞ്. തീന്മേശയിൽ കേൾക്കുന്നു. യെസ്. ഇതൊന്ന് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം വീട്ടിൽ. ഒരിക്കലും ഭക്ഷണത്തിന് മുമ്പിലോ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ ഒരു തരത്തിലുള്ള പരദൂഷണമോ നെഗറ്റീവോ ദേഷ്യമോ സങ്കടമോ ഒന്നും കൊണ്ടുപോകരുത്. ദേഷ്യങ്ങളുണ്ടെങ്കിൽ സങ്കടമുണ്ടെങ്കിൽ അടുക്കളയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് പുറത്ത് ചെരുപ്പ് ഊരി വെക്കുന്ന പോലെ അവിടെ ഊരി വെച്ചിട്ട് പൊക്കോടെ. അല്ലെങ്കിൽ ആ അപ്രോൺ എടുത്ത് കെട്ടൂലേ, കെട്ടുമ്പോൾ പറയുക ദിസ് അപ്രോൺ ഇസ് പോസിറ്റീവ്, നോ മോർ നെഗറ്റീവ് കമ്മിങ് ഫ്രം ദിസ്, അല്ലേ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പം ഇതൊരു ഗോൾഡൻ ടിപ്പായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആ വലിയ രഹസ്യത്തിലേക്ക് കടക്കാം അല്ലേ? രഹസ്യം മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും ബ്രഹ്മമുഹൂർത്തം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രത്യേകത? അതൊരു പുണ്യ സമയമാണെന്ന് നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകളുണ്ട്, എന്നാൽ ഒരു പുണ്യ സമയമാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ സമയത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊരു ഈ ബ്രഹ്മമുഹൂർത്തം ഒരു സമയം എന്നതിനപ്പുറത്തേക്ക് അതൊരു യൂണിവേഴ്സൽ എനർജിയിലേക്കുള്ള ഒരു കവാടമാണ്. അതായത് ഡാർക്കായിട്ടുള്ള എനർജിയിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള അത്യുഗ്രമായിട്ടുള്ള ഒരു പ്രവാഹത്തിൻ്റെ കവാടമാണ്. കൃത്യം 4:44
അതാകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഊർജം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു എന്നുള്ളത് ആ കണക്ക്. ഈ സമയത്തിനെയാണ് ഏഞ്ചൽ അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏഞ്ചൽ അവേഴ്സും അതുപോലെ തന്നെ 4:44 എന്നുള്ള ഏഞ്ചൽ നമ്പറും കൂടി ചേർന്നാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര രസമായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിന് വിധി മാറ്റി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളെല്ലാവരും ശാന്തമായി ഇരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടെക്നിക്കിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം. കാരണം വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. നിനക്ക് ലഭിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അത് ലഭിച്ചിരിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ രാവിലെ 4:44 തുടങ്ങേണ്ട പ്രക്രിയയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് 4:44 സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ ഒരു പേപ്പറിൽ കൃത്യമായി, അല്ലെങ്കിൽ പേപ്പറോ പുസ്തകമോ എന്താ പുസ്തകം തന്നെ എടുത്തോളൂ, കൃത്യമായി നിങ്ങൾ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്താണോ ഇത് നിങ്ങൾ പച്ചമഷി പെന്നുകൊണ്ട് എഴുതണം. എന്തെഴുതണം? എനിക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതണം. ആദ്യം എഴുതുന്ന സമയം 4 മണിക്ക് 35-40 മിനിറ്റ് ഉണ്ടാകുമ്പോൾ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് 4:40 വരെ എഴുതാം. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ താഴെ ഒരു നമ്പർ എഴുതണം. ആ നമ്പർ ഇപ്പോൾ എഴുതി വെച്ചോളൂ: 13984. ഞാൻ ഒരു അക്കം പറഞ്ഞപ്പോൾ വിട്ടുപോയത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നിങ്ങൾ എഴുതേണ്ടത് 13984 എന്നുള്ള നമ്പർ കൂടി താഴെ പച്ചമഷി കൊണ്ട് എഴുതി ഒരു റൗണ്ട് ഇട്ട് വെക്കുക. എന്നിട്ട് അതിനുശേഷം ഇത് എന്താണ് തുകയുടെയൊക്കെ ഏഞ്ചൽ കണക്കുകളൊക്കെ ഞാൻ മറ്റൊരു കാര്യത്തിൽ പറയാം, അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതി വെക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതാം. ഉദാഹരണത്തിന് എനിക്കൊരു ജോലി വേണം, ഇതാണ് നിങ്ങളുടെ ആവശ്യം. നിങ്ങൾക്കൊരു ജോലി വേണം. പക്ഷെ നിങ്ങൾക്കൊരു ജോലി വേണമെന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. എനിക്ക് ഇന്ന ജോലി ഇത്ര ശമ്പളത്തിൽ ഇന്ന സ്ഥലത്ത് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്ര ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രാം തീയതിക്ക് 1.5 ലക്ഷം രൂപയായി ഉയർന്നതിന് നന്ദി എന്നെഴുതണം. അപ്പം ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എഴുതുന്നത്, അല്ലേ? ആയിരിക്കണോ? എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്? ചിരിച്ച മുഖത്തോടുകൂടി, പൂർണ്ണ സന്തോഷത്തോടുകൂടി, അത് ലഭിച്ച അവസ്ഥയിലായിരിക്കണം ഇത്. ഇവിടെ പലരും ചെയ്യാറുണ്ട്, ഇതൊക്കെ എഴുതും, പക്ഷെ മനസ്സിങ്ങനെ ഇതാണ്, ലഭിക്കില്ല. ആ വികാരമാണ് ഇവിടെ പ്രത്യേകത. നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുന്ന വികാരമാണ്. ഇതെല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി ആ മുഖത്ത്, ആ ശരീരത്തിൽ ആ സന്തോഷത്തിൻ്റെ എനർജി നിറയണം. എങ്കിൽ മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അത് ലഭിക്കാൻ സഹായിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം, എഴുതി വെച്ചതിന് ശേഷം വീണ്ടും പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഒന്നുകൂടി പറയാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പച്ചമഷി കൊണ്ട് എഴുതുക. താഴെ അതിനുശേഷം 13984 എഴുതിയിട്ട് ഒരു റൗണ്ട് അങ്ങ് വരക്കുക. റൗണ്ട് വരയ്ക്കുമ്പോൾ പേന വെച്ചിട്ട് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. അത് ദീർഘവൃത്താകൃതിയിൽ വേണോ അല്ലെങ്കിൽ സർക്കിൾ വേണോ ഒന്നും ചോദിക്കേണ്ട. എങ്ങനെയെങ്കിലും റൗണ്ട് വരച്ച് വെച്ചാൽ മതി, അവരവർക്ക് പറ്റുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം അത് ചെയ്യുന്നത്. മനസ്സിൽ പൂർണ്ണ വിശ്വാസത്തിൽ, അത് ലഭിച്ച വിശ്വാസത്തിൽ മാത്രമേ ചെയ്യാവൂ. ശരീരം മുഴുവനായിട്ടും ആ ഇമോഷൻ, നിങ്ങളിൽ ആ ഇമോഷൻ ശരിക്കും, അത് ലഭിച്ച ഇമോഷൻ ശരിക്കും നിങ്ങൾ അനുഭവിക്കണം. അപ്പോൾ മാത്രമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് അത് നൽകാൻ വേണ്ടി തയ്യാറാവും. ഇനി അടുത്ത ഘട്ടം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതി തയ്യാറാക്കിയ ആ പേപ്പർ നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 4:44 എന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു 10 സെക്കൻഡ് നേരം നിങ്ങളുടെ ആ ആഗ്രഹം പൂർത്തിയായതായി കൃത്യമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ സങ്കല്പിക്കുക. അതിനുശേഷം ആ കടലാസ്
നിങ്ങൾ മടക്കി പേഴ്സിലോ ഫോണിൻ്റെ കവറിലോ കവറിനിടയിലോ സൂക്ഷിച്ചു വെക്കുക. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ബെഡ് ബ്ലാങ്കറ്റിൻ്റെ അടിയിലും സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? നിങ്ങൾ എന്താഗ്രഹമാണോ എഴുതിയത് അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വിഷമിക്കുമോ? കിട്ടുമോ എന്ന് ചോദിക്കുമോ? നടക്കുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുമോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്ത താഴെ. യെസ് ഓർ നോ. എഴുതി കഴിഞ്ഞു. നിങ്ങൾ സന്തോഷം കഴിഞ്ഞു. ഇനി കിട്ടുമോ എന്ന ഒരു കാര്യത്തിലും അതിനെപ്പറ്റി നിങ്ങൾ സംശയം പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിതച്ച ആ വിത്ത് മുളച്ചു വരുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം നട്ടിരിക്കുന്നത് യഥാർത്ഥ സ്ഥലത്താണ്, അവിടെ എല്ലാം ഉണ്ട്. പിന്നെ വിത്ത് മുളക്കുക തന്നെ ചെയ്യണം. ഈ വിട്ടുകൊടുക്കലാണ് ഈ പ്രക്രിയയെ വിജയമാക്കുന്നത് എന്നറിയുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താൻ നമുക്ക് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ വളരെ വിശദമായി പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പം അടുത്ത് വരുന്ന ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ ടെക്നിക്കുകൾ നിങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വേർഷൻ ഓഫ് ലോ ഓഫ് അട്രാക്ഷനാണ് നമ്മൾ നാളെയോ മറ്റന്നാളായിട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെയാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് എനിക്കെന്ത് വേണമെന്നുള്ള ഡൗട്ട് ഇപ്പോഴും ഇല്ലാത്തവർക്ക് അത് ക്ലാരിറ്റി വരുത്താനായിട്ട് വിഷൻ ബോർഡിൻ്റെ ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സമ്പത്ത് വരാനോ ഒരു ജോലി ഉറപ്പിക്കാനോ ഒക്കെ ഉപയോഗിച്ചോളുക. ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. നാളെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ഇതൊന്ന് എഴുതണം. അപ്പോൾ 21 ദിവസം എഴുതുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം ഇതിൽ വെച്ചിട്ടുണ്ട്, പേഴ്സിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും, ഇപ്പം ഞാനൊക്കെ എഴുതാറ് പുസ്തകത്തിലാണ് എഴുതുന്നത്. ഇന്നും ഇന്നലെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ പുസ്തകത്തിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കും. പേഴ്സിൽ വേറെ സംഭവമുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എഴുതിയിട്ട് പേഴ്സിൽ വെച്ചാലും സംഭവിക്കും. കാരണം സംഭവിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ യാതൊന്നുമില്ല. വേണമെങ്കിൽ പിറ്റേ ദിവസം വേണമെങ്കിൽ എന്തെങ്കിലും വേണം പിന്നെ എഴുതാം, ഒരു കുഴപ്പമില്ല. ഏത് വിഷയമില്ല, എങ്ങനെ വേണമെങ്കിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ കൃത്യമായി പഠിക്കാനും പിന്തുടരാനും ഒക്കെ നിങ്ങൾക്ക് വെൽത്ത് മാസ്റ്ററി ഹബ്ബിലെ ഓരോ ക്ലാസ്സുകൾ കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ പ്രാക്ടീസ്, ഈ കാര്യം ജീവിതത്തിലെ ഒരുപാട് സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യങ്ങളൊക്കെ അവരവരെ കാര്യങ്ങളൊക്കെ നേടാനുള്ള ആ മാന്ത്രിക നിമിഷത്തെ മറക്കാതിരിക്കുക. 4:44 നിങ്ങൾ ചെയ്യുന്നത്. ആ സമയമായിരിക്കണം നിങ്ങൾ അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയണം. അപ്പോൾ ചോദിക്കും, രാവിലെ 4:45 വൈകിട്ട് 4:45 ചോദ്യം പലർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ? ആണെങ്കിൽ ആ ചോദ്യത്തിന് യാതൊരു പ്രശസ്തി ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു ബ്രഹ്മ മുഹൂർത്തം, അത് രാവിലെ മാത്രമേ ഉള്ളൂ, വൈകിട്ടുണ്ടാവില്ല. അപ്പോൾ പറയും, രാവിലെ നാട്ടിലെ സമയമാണോ സാറേ, മറ്റ് സ്ഥലത്തെ സ്ഥലമാണോ എന്ന് ചോദിക്കും. അതിന് ഉത്തരവില്ല. കാരണം ഓരോ സ്ഥലത്തും അവരവരുടെ നാട്ടിലെയാണ് 4:44 എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു യൂണിവേഴ്സലായിട്ടൊരു പരിധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന സമയം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അതാത് രാജ്യത്തെ തന്നെ പ്രാക്ടീസ് ചെയ്തോളുക. അപ്പോൾ ഈ അക്കങ്ങൾ, ഈ നിമിഷങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അബൻഡൻസ് വിധിയായിട്ട്, ബ്രഹ്മ അബൻഡൻസ് ആയി മാറുന്നത് എന്നറിയുക. അപ്പോൾ പ്രപഞ്ചം എപ്പോഴും സമൃദ്ധമാണ്. അവിടെ എല്ലാവർക്കും വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ആ സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തുറന്നു വെക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അപ്പം നാളെ പുലർച്ചെ മുതൽ ഈ മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. ഞാനുമുണ്ട്. നിങ്ങൾ ഒന്നിച്ചിരുന്ന് 4:44 നിങ്ങൾ എഴുതിക്കൊള്ളുക. വേണമെങ്കിൽ 5 മണിക്കത്തെ മെഡിറ്റേഷൻ മുമ്പേ കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് എഴുതുകയും ചെയ്യാം. 5 മണിക്കാണ് നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുന്നത്. ഇനി അതുവരെ ആർക്കെങ്കിലും 3:45 വരുന്നവരുണ്ടെങ്കിൽ, അല്ല 4:45 വരുന്ന 4:30 വരേണ്ടി വരും. വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുക, ഈ പ്രാക്ടീസ് ചെയ്യുക. പണം വരട്ടെ, സൗഭാഗ്യം വരട്ടെ, സന്തോഷം വരട്ടെ, സമൃദ്ധി വരട്ടെ, ബിസിനസ് വളരട്ടെ. എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നത് മാത്രം ഓർമ്മിച്ച്. താങ്ക് യു വെരി മച്ച്.